கொஞ்சம் பொங்கல் வைக்கட்டுங்களா? கனகா கொஞ்சம் சாம்பார் ஊத்து. போதுமா? கொஞ்சம் தண்ணி கொண்டாந்து வை. சட்னி ஊத்துங்க. சீக்கிரம் வா. യേശുമാവ നമ്മുടെ രണ്ടുപേരുടെ ജാതകത്തിൽ പിച്ചെടുക്കാനുള്ള യോഗം ഉണ്ടായിരിക്കല്ലേ? അതെ. അവള് വേണ്ട കേശവമാവ, അവളോട് ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. അവൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോന്നൊരു സംശയം. അവള് നിന്റെ ചേച്ചിയുടെ മോളല്ലേ? അത് അവൾക്കറിയില്ലല്ലോ. ஏய் അയ്യോ പെട്ടു. மல்லிகா, என்னம்மா? அவர் கொஞ்சம் பொங்கல் அதிகமா போடு. எனக்கு வேണ്ട. இங்க கூட நானே போடுறேன். இப்படி கொஞ்சம் கொஞ்சமா சாப்பிட்டா எலும்பும் தோலுமா ஆயிடுவீங்க. உன்னோட பேர் என்ன? எதுக்காக கேக்குற? சும்மா கேட்டேன். நீங்க கேளுங்க, என் பேரை சொல்றேன். ஏன் கேட்க மாட்டீங்களா? கேளுங்களேன். പേരെന്നാ? பார்வதி. പർവ്വതോ? യേശു മോനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? പർവ്വത അല്ല, പാർവതി. நீங்க மலையாளிசா? ഞങ്ങൾ ഒറിജിനൽ തമിഴന്മാര് തന്നെ. ഞാൻ ഉസലം പറ്റിയ തമിഴ്, മാർത്താന്റെ തമിഴ്. കേശു മലയാളം മലയാളം. எழுந்துருங்க. മാപ്പ് തന്ന് മன்னிക്കണം. முடியாது. அப்பா அப்பா, ഞങ്ങൾ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത കാലിനെ അല്ല, നിന്റെ അച്ഛനെ വിളിക്കരുത്. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട. அப்படின்னா வேற ஏதோ மேட்டர் இருக்கு. உண்மையை சொல்லுங்க. സത്യത്തിൽ ഞങ്ങൾ മലയാളികളാ. ആനാ அந்த விஷயம் வெள்ள சொல்லக்கூடாது. என்னமா கூப்பிட்ட? ஒண்ணும் இல்லப்பா, இவங்களுக்கு சாப்பாடு பிடிக்கலையா? மாரிமுத்து ஐயா, என்னடா சமையல் இப்படி? என்னாச்சு? வேலைக்காரங்க வயிறு முட்டா சாப்பிடறாப்பலாம் நல்லா சமைச்சு போடுங்கன்னு எத்தனை வாட்டி சொல்லிருக்க? இனிமேல் நல்லா சமைச்சு போடுறேங்க ஐயா. சரி போ போ. தம்பி, நாளையில இருந்து சாப்பாடு ஜோரா இருக்கும். നന്ദി. எனக்கு மலையாளிஸ்னா ரொம்ப பிடிக்கும். ஏன்னா எங்க அம்மாவும் மலையாளி தான். അയ്യോ, ഇവിടെ കൂവി വിളിച്ച് കൊളാക്കൂ. അതെ, നേരത്തെ അവൾ അപ്പാന്ന് വിളിച്ചപ്പോഴേ കഴിച്ചത് മുഴുവൻ ദഹിച്ചു. എന്തായാലും അവള് സ്നേഹമുള്ളവളാ. அம்மா, நான் சொல்ல மறந்துட்டேன். உனக்கு ஒரு குட் நியூஸ். அதை இன்னைக்கு தான் நான் கண்டுபிடிச்சேன். நம்ம பண்ணையில வேலை செய்யற 2 பேரும் மலையாளிங்க. மலையாளிகளோ? உங்க அப்பாக்கு அது அறியோ? தெரியாது. ஆமா, മലയാളിங்க മേലെ അപ്പാക്ക് അമ്മ ഇവളോ കോപം? അതെന്റെ വീട്ടുകാരോടുള്ള വൈരാഗ്യ. എന്റെ കുഞ്ഞനീനിപ്പോ ഒരുപാട് വളർന്നു കാണും. പാവം, എന്നെ വലിയ ഇഷ്ടായിരുന്നു പണ്ടവന്. ഇനി ഈ ജന്മത്ത് എല്ലാവരെയും കാണാൻ കഴിയുമോ? ഇനി എന്തിനാ നോക്കി നിൽക്കുന്നു? ചെല്ലടാ. யார் நீங்க? இவங்க தாம்மா நான் சொன்ன மலையாளிங்க. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ചേച്ചി, ഞാൻ കുട്ടനാ, ചേച്ചിയുടെ കുഞ്ഞനുജ. കുട്ടൻ. ചേച്ചി. കേശുമാവ, മോളെ, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? അതൊക്കെ പറയാം. നിനക്കെന്നെ മനസ്സിലായോ? ഇതാ അമ്മ പറയാറുള്ള കുഞ്ഞനിയൻ. അപ്പടിനാ? അപ്പടിനാ ഉൻ മാമൻ. മാമനാ? എന്നോട് മുറ മാമൻ അല്ലേ? അമ്മയ്ക്ക് സുഖാണോടാ? എന്നോട് വെറുപ്പായിരിക്കുമല്ലേ? അമ്മയ്ക്കോ? ചേച്ചിയെ കാണാനുള്ള മോഹം കൊണ്ട് അമ്മ പറഞ്ഞയച്ചാ ഞങ്ങളെ. നിന്നെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. നാട്ടിലേക്ക് വരാനും എല്ലാരെയും കാണാനും മനസ്സ് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇവളുടെ അപ്പ സമ്മതിക്കില്ല. അയാൾ അത്രയ്ക്ക് ദുഷ്ടനാ? അല്ല, വളരെ സ്നേഹമുള്ള ആളാ. എന്നെയും മോളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛൻ അദ്ദേഹത്തോട് ചെയ്ത ദ്രോഹം, ആ പക, അതിപ്പോഴും മാറിയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തോളാം. ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും. നമ്മൾ ഒരുമിച്ച് കഴിയണ കാലം വരും ചേച്ചി. മാമ என்னமா சொல்றாரு? எனக்கு ஒண்ணுமே புரியல. என்ன உங்க பாட்டி வீட்டுக்கு அழைச்சிட்டு போக வந்திருக்காங்க. மாமா, என்னையும் கூட்டிட்டு போவீங்களா? കൊണ്ടുപോവാം. പക്ഷെ ഞാൻ ആരാണെന്ന് ഉங்க അപ്പാட்ட சொல்லக்கூடாது. என் மாமா நான் காட்டி கொடுப்பேனா? അയ്യോ, അപ്പ വരാതെ. ഇവളുടെ അപ്പ നിങ്ങളെ കണ്ട പിന്നെ ബാക്കി ഉണ്ടാവില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ഗുഡ് നൈറ്റ് മാമാ. കേശു മാവ,
അവളുടെ മാമ വിളിയിലെ ടോൺ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. ഒരു ശൃംഗാരമുണ്ട്. അതിന് കാരണമുണ്ട്. അല്ലെങ്കിൽ തന്നെ നേരത്തെ അവൾക്ക് നിന്റെ മേലെ ഒരു കണ്ണുണ്ട്. ഇപ്പൊ അത് പൂർത്തിയായി. അതിന് ഞാൻ അവളുടെ അമ്മാവനല്ലേ? അത് കേരളത്തിൽ. തമിഴ്നാട്ടിൽ പെങ്ങടെ മകളെ കെട്ടാം. നമ്മൾ അവിടെ മുറച്ചെറുക്കൻ എന്ന് പറയും പോലെ ഇവിടെ മുറൈ മാമൻ. നീ അവളുടെ മുറൈ മാമനാണ്. പാർവതിയുടെ മനസ്സിൽ നീ അവളുടെ പുരുഷനാണ്. പുരുഷനാ? ആ, ഞാനിപ്പോ വരാം. എവിടെ പോണു? ഈ മതിലിയടിയല്ല അവളുടെ മുറിയിലെത്താൻ. ആരുടെ? മല്ലിയുടെ. ഇന്നലെ രാത്രി രക്ഷിച്ചത്. പോയൊരു നன்றി ചൊല്ലിട്ട് വരാം. തന്നെയുമല്ല, എനിക്ക് തമിഴൊന്ന് ഫ്ലുവന്റ് ആക്കണം. പോയിട്ടു. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും ഈ ഫ്ലുവൻസിയുടെ നൻട്രിയുടെ ഒക്കെ കഥ. എന്നാ ചാടുന്നില്ല. തീർന്നല്ലോ. ചെറുക്കൻ അസൂയ. மல்லிகா, என்னம்மா? பூ கட்டிட்டியா? கட்டிட்டேம்மா. சீக்கிரம் வா. 5 முழம் போதுமாமா? பத்தாத, தலை நிறைய இருக்கணும். இது நல்லா இல்ல. பச்சை பொட்டு தான் அவருக்கு பிடிக்கும். ஏன்னா கேரளா பச்சை பசேன்னு இருக்குமா. ஏன் சொல்றீங்க? தனியா உட்கார்ந்து பேசிட்டு இருக்கீங்க. பைத்தியமா? ஆமா, பைத்தியம் தான். ஆனா லூஸ் கிடையாது. ஏண்டி மல்லிகா, நான் இந்த புடவை ஜாக்கெட்டோட போனா நல்லா இருக்குமா இல்ல சுடிதார் செட்டோட போனா நல்லா இருக்குமா? நீ பார்க்க போற ஆளு பொம்பளையா இருந்தா எந்த Dress போட்டாலும் பொறாமப்படுவாங்க. ஆம்பளையா இருந்தா Dressே இல்லாம பார்க்கதான் ஆசைப்படுவாங்க. அவர் ஒண்ணும் அப்படிப்பட்ட ஆள் இல்ல. அவர்னா யாரு? அத்தான், என்னத்தான், அதை சொல்லத்தான், மிச்சத்தை நீங்க 3 பேரும் மூலையில உட்கார்ந்து பாடிட்டு இருங்க. நான் போயிட்டு வரேன். ഇത് ലൂസേതാ. ഓഹോ, വല്ലാത്ത ചൊറിച്ചില്. എടാ, നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ രേവതിയെ കുറിച്ച് ഓർക്കായിരുന്നു. ആ. കേശവമോവാ, ഞാൻ പെട്ടെന്നൊന്ന് നാട്ടിൽ പോയി അവളെ കണ്ടേച്ചു വന്നോട്ടെ. എന്നെ കാണ്ടാമൃത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടോ? വേണ്ട വേണ്ട, പോകുമ്പോ നമുക്ക് ഒന്നിച്ചു പോവാം. എടാ, സത്യം പറ, നീ അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത്? ബിസ്ലേരി വാട്ടർ എന്ന് പറഞ്ഞില്ലേ? കടി മാറുന്നില്ലല്ലോ. ഓ, അത് ഈ ജമ്മത്ത് മാറും തോന്നണില്ല. ഒന്നുമില്ല കേശവമാവ, പെരുമാളുടെ സമ്മതത്തോടെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. പിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അറ്റ കൈക്ക് ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കൂടെ ചേച്ചി ഉണ്ടായിരിക്കണം. അയ്യോ, മാമാ, മാമായ്. ആ പെണ്ണിന്റെ ഈ മാമ എന്നുള്ള വിളി എനിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ. മാമ നല്ലത്, പിന്നെ അച്ഛാന്ന് വിളിക്കാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ. ഇപ്പൊ അവളെ പണക്കണ്ട. மாமா, உங்ககிட்ட ஒரு விஷயம் பேசணும். പറയൂ മകളെ. எப்படி சொல்றது? வழக்கமா இந்த மாதிரி விஷயங்களை பீச்ல பார்க்ல உட்கார்ந்தா பேசுவாங்க. பரவாயில்ல, இந்த இடத்துல பேசலாம். ஆனா 2 பேர் மட்டும் தான் இருக்கணும். That means you get out. ഇതത് തന്നെ. കേശവമാവ എന്നെ വിട്ടേച്ച് പോലെ. ഞാൻ ഒന്ന് തമിഴ് ഫ്ലുവന്റ് ആക്കിയിട്ട് വരാം. மாமா, പാർവതി, നീ നനക്കിற மாதிரி நான் அந்த மாமன் இல்லை. இது ரிலேஷன்ஷிப்பே வேற. நான் உன்னோட அம்மாவன். அடப்பாயா, தாய் மாமன்னா அந்த முறை தான். டியூட் முறை. என் ஈஸ்வரா, நான் பக்கத்துல இருக்கும்போது எதுக்கு ஈஸ்வரனை கூப்பிடுற? அது இந்த பாரு மாமா, வள வளன்னு பேசுறதுல எனக்கு பிடிக்காது. டைரக்டா சொல்றேன், நீ தான் எனக்கு புருஷன், நான் தான் உனக்கு பொண்டாட்டி. எப்ப வச்சுக்கலாம் டுண்டு? എന്റെ ശവടക്കിന് പൊടി. யூ ஆர் கரெக்ட். பொடி வாடின்னு தமிழ்நாட்டுல பொண்டாட்டி மட்டும் தான் கூப்பிடுவாங்க. ദൈവമേ, ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? வெரி சிம்பிள். நான் சொல்லி கொடுக்கறேன், நீ புரிஞ்சுக்கோ. கட்டிப்பூடிடா, கண்ணாளா கண்டபடி கட்டிப்பூடிடா. அதே கைய கொஞ்சம் எடுங்க. அப்படி அது வந்து எனக்கு வேற வேலை இருக்கு. ஏய், யூ ஸ்வீட் ராஸ்கல், உன்னை விட மாட்டேன். ஐயோ,